ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്സ് ഓഫ് ചേഞ്ചിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഡൊമൈനിലൊരു പോയിൻ്റാണ് എക്സ് നോട്ട് എന്ന് വിചാരിക്കുക. ദെൻ ഡൊമൈനിലെ ആർബിട്രറി എക്സ് നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് എച്ചിലേക്ക് വാരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഫിലുണ്ടാവുന്ന ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. എഫിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ച് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഏതോ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലൊരു പോയിൻ്റ് ആണ് 1 എന്ന് വിചാരിക്കുക. ദെൻ 1-ൽ നിന്നും 2-ലേക്ക് മാറുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ച് കാണാൻ എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 1 ചെയ്താൽ മതി. ദെൻ അതിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ ആ ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ഗ്യാപ്പ് 1-ൽ നിന്നും 2-ലേക്കുള്ള എത്ര ദൂരമുണ്ടോ അതാണ് ഇവിടെ എച്ച്. എക്സ് നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് എച്ചിലേക്കുള്ള ആ ഒരു ഡിഫറൻസ് കാണാൻ എക്സ് നോട്ട് പ്ലസ് എച്ചിൽ നിന്നും എക്സ് നോട്ട് മൈനസ് ചെയ്താൽ മതി, അതാണ് എച്ച്. അപ്പോൾ അതിൻ്റെ ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടും. അപ്പോൾ അതാണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് ആണ്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് അറ്റ് എനി പോയിന്റ് ഇൻ ദി ഡൊമൈൻ, ഒരു എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ എഫിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക, ആ പോയിന്റിലെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡെഫിനിഷൻ നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചിട്ടുള്ള ഡെറിവേറ്റീവിൻ്റെ ആക്ച്വൽ ഡെഫിനിഷനാണ്, ലിമിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട്, അതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്, അതിൻ്റെ ഡെഫിനിഷനാണത്. അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഡിഫറൻസിയേഷൻ്റെ കുറച്ച് റൂളുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടാലും മതി. എന്നിട്ട് അതിൽ എക്സിന് പകരം എക്സ് നോട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. നമുക്ക് എന്തായാലും ലിമിറ്റ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓവർ ദി ഇൻ്റർവെൽ 2, 4. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻ്റർവെല്ലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സ് നോട്ട് എന്നുള്ളത് 2 ആണ്, എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ് 4. സോ ഇവിടെ എച്ച് വരുന്നത് എക്സ് നോട്ട് പ്ലസ് എച്ചിൽ നിന്നും എക്സ് നോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 മൈനസ് 2 അത് 2 ആണ്. സോ എച്ച് എന്നുള്ളത് ഇവിടെ 2 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആദ്യം ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച്, അതായത് എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എച്ച്, അതായത് 2. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 12/2 6 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ ആ ഇൻ്റർവെല്ലിൽ തന്നിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ 2, 4-ൽ വരുന്ന ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഫംഗ്ഷൻ്റെ എക്സ് നോട്ട് ഈക്വൽ ടു 2-ൽ ഉള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കുവാനായിട്ട് ഞാൻ ആദ്യം ലിമിറ്റിൻ്റെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, ഡെറിവേറ്റീവിൻ്റെ ലിമിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഡാഷ് ഓഫ് 2 ആണ്. ബൈ അവർ ഫോർമുല ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 2 പ്ലസ് എച്ച്, എക്സ് നോട്ടിന് പകരം 2 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എച്ച്. നമുക്ക് ആ ലിമിറ്റ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് 2 പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് 2 സ്ക്വയർ ആണ്, അത് 4 എന്ന് വരും. തൽക്കാലം 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ അതുപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 സ്ക്വയർ 4 ആണ്.
2 into h, അപ്പോൾ 4h പ്ലസ് h സ്ക്വയർ മൈനസ് 4 ഓൾ ഡിവൈഡഡ് ബൈ h. 4 മൈനസ് 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 4ഉം മൈനസ് 4ഉം വെട്ടിപ്പോകും. ബാക്കി അവിടെ 4h പ്ലസ് h സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ h. ലിമിറ്റ് അപ്ലൈ ചെയ്യാറായിട്ടില്ല, പരമാവധി സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. h കോമൺ ആയിട്ട് എടുക്കാം, ഇവിടെ 4 വരും പ്ലസ് h, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 ഇൻറ്റു h 4h, h ഇൻറ്റു h സ്ക്വയർ ഡിവൈഡഡ് ബൈ h. ഇനി h ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ളത് ലിമിറ്റ് h ടെൻഡിങ് ടു 0 4 പ്ലസ് h. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാൻ സാധിക്കുകയില്ല, hന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. ഇതാണ് ആക്ച്വൽ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് അറ്റ് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു 2. ഇതല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഓൾറെഡി ഡിഫറൻസിയേഷൻ്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് വരുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 ഇൻറ്റു എക്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഡാഷ് ഓഫ് 2 ആണ്. സോ ഇതിൽ എക്സിന് പകരം 2 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താലും അത്ര പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഏരിയ ഓഫ് എ സർക്കിൾ, ഒരു അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം ആണ്. ദി ഏരിയ ക്യാപിറ്റൽ എ, അതിൻ്റെ ഏരിയനെ നമ്മൾ ക്യാപിറ്റൽ എ എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കുന്നു. ഓഫ് എ സർക്കിൾ is related to its diameter by the equation a equal to pi by 4 d square. How fast is the area changing with respect to the diameter, with respect to the diameter when the diameter is 10 meter. ഇപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഏരിയ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡി ആണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് വിചാരിക്കുക. പൈ ബൈ 4 d സ്ക്വയർ ആണ്. ഓക്കെ, ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ d/2 ആണ് റേഡിയസ്. നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ ഇൻ ടേംസ് ഓഫ് റേഡിയസ് പൈ ആർ സ്ക്വയർ ആണ്. അവിടെ ആറിൻ്റെ പ്ലേസിൽ d/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ d/2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ d സ്ക്വയർ ബൈ 4 എന്ന് വരും. അങ്ങനെയാണ് ഈ ഫോർമുലയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, അതിനെപ്പറ്റി ബോധേടാവേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ ഫാസ്റ്റ് ഈസ് ദി ഏരിയ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദി ഡയമീറ്റർ. അതായത് ഹൗ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഡി, ഇവിടുത്തെ വാരിയബിൾ ഡി ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് dA/d, അതായത് ഡെറിവേറ്റീവ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഡി അറ്റ് d ഈക്വൽ ടു 10. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡയമീറ്റർ 10 ആകുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ രണ്ടാമത് യൂസ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ്സിൻ്റെ റൂൾസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ലിമിറ്റ് വെച്ച് കുറച്ചും കൂടി വലുതായി ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായാലും വലിയ പ്രശ്നങ്ങളില്ല, അത് d സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് a+b ഹോൾ സ്ക്വയർ മതി. d³ വരെയൊക്കെ നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോവാം. a+b ഹോൾ ക്യൂബ് റേസ്റ്റ് 4 ആകുമ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കണം. അപ്പോൾ അതിന് നല്ലത് നമുക്ക് ഇനി ഡയറക്റ്റ് ഫോർമുലാസ് യൂസ് ചെയ്യുന്നതാണ്, ഡെറിവേറ്റീവ്സിൻ്റെ റൂൾസ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഡെറിവേറ്റീവ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഡി, ഇവിടുത്തെ വാരിയബിൾ ആണ് ഡി. പൈ ബൈ 4 കോൺസ്റ്റൻ്റ് ആണ്. d സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2d.
അപ്പോൾ ഒരു 2 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം, π/2 d എന്ന് കിട്ടും. ഓക്കെ, ഇനി വെൻ d = 10, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. d 10 ആവുമ്പോൾ π/2 × 10, അപ്പോൾ 5π. ഇവിടെ മീറ്റർ സ്ക്വയർ പെർ മീറ്റർ ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു മീറ്റർ ആണ്. സോ ഇത്രയാണ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ അറ്റ് 10, ഡയമീറ്റർ = 10. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു 10 മീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിളാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഏരിയ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡയമീറ്റർ 10-ന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചേഞ്ചസ് അതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു δd ഡിഫറൻസ് ഒരു 10.1 ഒക്കെ ആണെങ്കിൽ അത് എത്രത്തോളം അതായത് ഏരിയയിൽ എഫക്റ്റ് ആവും. അപ്പോൾ ഒരു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ d എന്നുള്ളത് നമുക്ക് അത്രയും 5π യൂണിറ്റ് ചേഞ്ച് ഇൻ ഏരിയ, അത്രയാണ് അത്, അത്രത്തോളം എഫക്റ്റ് അതിനുണ്ട്. അത്രയിലേക്കൊന്നും നമുക്ക് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വെൻ d = 10 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ഡിക്ക് പകരം 10 എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, ഇത്രയും മതി. ഓക്കെ.